നിഫ്റ്റിയിൽ അദാനിക്ക് എത്ര വെയിറ്റേജ് ഉണ്ട്? വളരെ കുറച്ച് വെയിറ്റേജ് ഉള്ളൂ. എന്നിട്ട് എന്തുകൊണ്ട് നിഫ്റ്റി വീണേ? കറക്ഷൻ വന്നാൽ പോലും എവിടെ വരെ ഇനി കറക്ഷൻ വരും? ലൈക്ക് 26,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബബിൾ വീർത്ത് വരുന്നത് പൊട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഫിയർ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴ്ത്ത് പിടിക്കാൻ എൻ്റെ കാശ് വേണം. ഇന്നത്തെ AI ക്രിപ്റ്റോ EV സ്റ്റോക്കുകളുമായിട്ട് അന്നത്തെ .com ബബിളിനെ ഇപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാമെന്നാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ റാലിക്ക് സ്ട്രെങ്ത് ഇല്ല. ചില മാർക്കറ്റ് ഇത്ര ബുള്ളിഷ് ആയിട്ടും സ്റ്റിൽ വൈ യു ആർ ബെയറിഷ്? ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ആ വീഡിയോ ഫുള്ള് കണ്ട ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കില്ല എന്നാണ് എനിക്ക് ഫസ്റ്റ് തോന്നുന്നത്. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ആ വീഡിയോന് താഴെയുള്ള കമന്റിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ വീഡിയോ കാണും. തംബ്നെയിൽ കണ്ടിട്ടാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ക്രാഷ് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ സംസാരിക്കുന്നല്ലോ. അത് നാളെ വരുമെന്നോ മാർക്കറ്റിൽ അടുത്ത ആഴ്ച വരുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതായത് മാർക്കറ്റ് ഓൾ ടൈം ഹൈയുടെ അടുത്തേക്കാണ് പോകുന്നത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഇപ്പോൾ സൺഡേ ലൈവിൽ ഞാൻ എന്താ പറഞ്ഞത്? എൻ്റെ ഷോർട്ട് ടൈം വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. സൺഡേ ലൈവിൽ ഞാൻ പറഞ്ഞു മാർക്കറ്റ് എല്ലാ സൺഡേ 8 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ട്. ആ ലൈവിൽ ഞാൻ പറയുന്നുണ്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ ഒരു വലിയ റാലി തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയേക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്താണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, ഒരു വലിയ ക്രാഷ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കമൻ്റ് ഇടുന്നതിന് തൊട്ട് മുമ്പ് പ്ലീസ് ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആ പേഷ്യൻസ് എങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. ഈ ക്രാഷ് വരും എന്തിനാണ് നമ്മൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും മാർക്കറ്റ് ബുള്ളിഷായിട്ടും ജസ്റ്റ് ക്രാഷ് വരുന്ന അവസാനം പറഞ്ഞപ്പോൾ ഇപ്പോൾ തുടക്കം തന്നെ സുനിലിനെ എല്ലാവരും ചാർത്ത് തന്നൊരു പേരുണ്ടല്ലോ. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ മാർക്കറ്റ് ഹൈ സ്ട്രക്ചർ അടിച്ച് വളരെ അടിപൊളിയായിട്ട് ഓൾ ടൈം ഹൈയിലോട്ട് പോവാണ്. ഞാനും ബുള്ളിഷാണ്. സീരിയസ്ലി ഷോർട്ട് ടൈമിൽ ഞാൻ ബുള്ളിഷാണ്. പക്ഷേ ഈ ബുള്ളിഷ്നെസ് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇതാണ് ഞാൻ പറയുന്നത്. ഈ റാലിക്ക് സ്ട്രെങ്ത് ഇല്ല. ഈ റാലി ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് അല്ലാത്ത റാലിയാണ് എന്നാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കറക്ഷൻ വന്നാൽ പോലും എവിടെ വരെ ഇനി കറക്ഷൻ വരും? ലൈക്ക് 26,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാം. ചിലപ്പോൾ 26,000 ബ്രേക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് ഇന്ന് 26,000 മുകളിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ബുധനാഴ്ചയാണ്. 26,000 മുകളിലാണ് മാർക്കറ്റ്. ചിലപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും. എനിക്ക് അതിനകത്ത് വേറെ ഡൗട്ടൊന്നുമില്ല. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും. ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സമ്മതിക്കൂ. ഈ വാല് മുറിയും കേട്ടുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ നിൽക്കല്ലേ പ്ലീസ്. ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് 27,000, 28,000, 29,000 വരെ പോകും. ബ്രൂട്ടൽ റാലി വരെ വന്നേക്കാം. പക്ഷേ ഞാൻ ബെയറിഷാണ്. യെസ്, അതിനൊരു റീസൺ ഉണ്ട്. അതിൻ്റെ റീസണിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? തൊട്ടതിനും പിടിച്ചതിനും നമ്മളെല്ലാവരും പറയുന്നത് AI യുഗത്തിലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഈ ടെക്നോളജി നമുക്കൊരു പക്ഷേ വലിയ മാർക്കറ്റ് ക്രാഷ് വരുത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് വന്ന ഏറ്റവും വലിയ കമൻറ്റ്, എന്ത് ആധികാരികതയായിട്ടാണ് ഞാൻ പറയുന്നത്? ഇത് ഞാൻ മാത്രമല്ലെന്നേ പറയുന്നത്. വലിയ എക്കണോമിസ്റ്റുകളും വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഇത് സംസാരിച്ച് തുടങ്ങി. അതിനുള്ള ഇത് ഞാൻ പറയും. അപ്പോൾ നമ്മളെല്ലാവരും AI യൂസ് ചെയ്യുന്ന ആളുകളാണ്. ChatGPT, ജെമിനി ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊരു എൻഡ് യൂസർ സാധനമാണ്. ഇത് മാത്രമല്ല ഒരു AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ AI പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ AI വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചിപ്പുകൾ വേണം. അപ്പോൾ ഈ AI പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ChatGPT, ജെമിനി, ഇതൊക്കെയാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ഈ ഈ ചിപ്പുകൾ ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്ന NVIDIA, അതുപോലെ തന്നെ AMD, ഇങ്ങനെ 2 കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. ഈ 2 കമ്പനികളാണ് ചിപ്പുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ AI വർക്ക് ചെയ്യാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ വേണമല്ലോ. അതിന് ഡാറ്റാ സെൻറ്റേഴ്സും ക്ലൗഡും വേണം. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് AIനെ തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോന്നിലും ഓരോ പ്ലേയേഴ്സ് ഉണ്ട്. ഈ പ്ലേയേഴ്സ് പരസ്പരം സഹകരിച്ചാണ് AIയുടെ വാല്യുവേഷൻ ബൂം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ പോയി റിസർച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ഡാറ്റയൊന്നും അല്ല. ഓക്കെ, ഈ ഡാറ്റയ്ക്ക് വലിയ ആധികാരികതയുണ്ട്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ChatGPT സിൽബിയുടെ കമ്പനിയാണ് എന്ന് വിചാരിക്കും. നമുക്കറിയാം സാമാൻ ലോകം മൊത്തം ഓടി കിടന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ച് AIയിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന വലിയ വ്യക്തി തന്നെയാണ്. അതിൻ്റെ അകത്തൊന്നും എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ ഓപ്പൺ AI അല്ലെങ്കിൽ ഈ ChatGPTയുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളവർക്കാണ് മൈക്രോസോഫ്റ്റിനാണ്. 30% ഇതിൻ്റെ അകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് മൊത്തം മൈക്രോസോഫ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? മൈക്രോസോഫ്റ്റ് ഓപ്പൺ AIയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു.
ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാല്യുവേഷൻ കൂടുമല്ലോ. ഓപ്പൺ എ ഇതിനൊരു പ്രത്യുപകാരം ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? ഓപ്പൺ എക്ക് ആവശ്യമുള്ള എല്ലാ ക്ലൗഡും ഓപ്പൺ എക്ക് ആവശ്യമുള്ള എല്ലാ ക്ലൗഡും മൈക്രോസോഫ്റ്റിൽ നിന്ന് എടുക്കൂ. മൈക്രോസോഫ്റ്റിൻ്റെ ഇല്ലെങ്കിൽ മാത്രമേ വേറെ വല്ലവർക്കിടെ നിന്ന് എടുത്ത് പോവുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പൺ എക്ക് കൊടുക്കുന്നു, ഓപ്പൺ എ അത് റവന്യൂ ആയിട്ട് മൈക്രോസോഫ്റ്റിന് തിരിച്ചു കൊടുക്കുന്നു. ഒന്നാമത്തെ കാര്യമാണ്. അപ്പോൾ ഇവർ പരസ്പരം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്തോട്ടെ, വലിയ കാശ് ആവശ്യമുള്ള കേസാണ്, AI കമ്പനികളാണ് സപ്പോർട്ട് ചെയ്യട്ടെ. പക്ഷെ ഇതിവിടെ നിൽക്കുന്നില്ല. അടുത്തത് NVIDIA ആൻഡ് ഓപ്പൺ എ. NVIDIAയുടെ ചിപ്പ് മാത്രമേ ഓപ്പൺ എ ഉപയോഗിക്കും. പക്ഷെ ഇത് ഡയറക്റ്റ്ലി അല്ല. ഈ പറഞ്ഞ NVIDIAയിൽ ഓപ്പൺ എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ NVIDIAയുടെ വാല്യുവേഷൻ അപ്പാവുന്നതിൽ ഓപ്പൺ എക്ക് കാര്യമുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ലൂപ്പുണ്ട്. ഓപ്പൺ എ, ഒറാക്കിൾ ആൻഡ് NVIDIA എന്നുള്ളത്. ഒറാക്കിൾ ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഓപ്പൺ എ ഒറാക്കിളിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്ര ക്ലൗഡ് വേണം, ഇത്രയും ബില്യൻ്റെ ക്ലൗഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കുകയാണ്. ഒറാക്കിൾ പോയിട്ട് എന്ത് ചെയ്യുന്നു? AMDയുടെ കയ്യിൽ നിന്ന് ചിപ്പ് എടുക്കുന്നു. AMD എന്ത് ചെയ്യുന്നു? ഈ കിട്ടുന്ന ലാഭം ഓപ്പൺ എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു ലൂപ്പ് കണ്ടോ, ഒരു സർക്കിൾ ലൂപ്പ്. ഇത് ആക്ച്വലി ഒരു വാല്യുവേഷൻ ഗെയിം ആവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ മാത്രം നിൽക്കുകയല്ല. AMDയും ഓപ്പൺ എയും ഇതുപോലൊരു ഇക്വിറ്റി ലൂപ്പ് കിടക്കുന്നുണ്ട്. AMD ഓപ്പൺ എയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, തിരിച്ചും ഇതേ പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അത് പെടാത്ത കുറച്ച് പേരുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഓപ്പൺ എ ആമസോണിൻ്റെ ആണെങ്കിൽ ഗൂഗിളിനും ഇതുപോലെ തന്നെ എന്തുണ്ട്, ഒരു AI ടൂളുണ്ട്. അവർക്കാണ് ആൻഡ്രോപ്പിക് എന്ന് പറയുന്ന പണ്ട് ഓപ്പൺ എയിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ പുറത്തിറങ്ങിയിട്ട് അവർ തുടങ്ങിയ AI പ്ലാറ്റ്ഫോമാണ് ആൻഡ്രോപ്പിക് എന്ന് പറയുന്നത്. ഈ ആമസോണും ഗൂഗിളും ഈ ആൻഡ്രോപ്പിക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ്രോപ്പിക്കിൻ്റെ ക്ലൗഡ് സർവീസ് ഫുൾ വരുന്നത് എവിടെ നിന്നാണ്? ഗൂഗിളിൻ്റെ ക്ലൗഡും ആമസോണിൻ്റെ ക്ലൗഡുമാണ്. അപ്പോൾ ഈ ടെക് ജയൻസ് ഒരു പരസ്പരം സഹകരിച്ച് ഇവർ ഒരാൾ വാല്യുവേഷൻ കൊടുക്കുന്നു, ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു, ഇപ്പുറത്തെ അതിൻ്റെ റവന്യൂ ആയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലൂപ്പ് ഈ കമ്പനികളുടെ റവന്യൂ കൂട്ടുന്നുണ്ട്, വാല്യുവേഷൻ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു പരസ്പരം താങ്ങി നിൽക്കുന്ന കുറേ ചുമരാണെന്ന് വിചാരിക്കും. ഇതിനകത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അത് പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ലോ, ഗ്ലോബലി തന്നെ. ഞാൻ ഇന്ത്യയുടെ കേസല്ല പറയുന്നത്, ഗ്ലോബൽ ക്രൈസിസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഒരു പണി കിട്ടിയാൽ എല്ലാവർക്കും അടപടലം പൊട്ടും, എല്ലാവർക്കും നല്ല പണി കിട്ടും. അതൊരു ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസിലോട്ട് കൊണ്ടുപോകും. അതിന് കാരണം ഞാൻ പറയാം. ഇപ്പോൾ US കഴിഞ്ഞ വർഷത്തെ വളർച്ച നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2.5 3% എന്നാണ്. നമ്മൾ ഈ പറഞ്ഞൊരു 6 കമ്പനി ഉണ്ടല്ലോ, NVIDIA, മൈക്രോസോഫ്റ്റ്, AMD, ഒറാക്കിൾ. ഈ കമ്പനികളാണ് മാറ്റി വെച്ചിട്ടുള്ള വാല്യുവേഷൻ നോക്കുമ്പോൾ അമേരിക്ക ഏകദേശം എനിക്ക് തോന്നുന്നു 0.2% വളർന്നിട്ടുള്ളൂ. നാസ്ഡാക്കിൻ്റെ ഗ്രോത്ത് നമ്മളെല്ലാവരും പറയും നാസ്ഡാക്ക് ഡബിളായി ത്രിബിളായി എന്നൊക്കെ പറയും. ഈ കമ്പനികളെ മാറ്റി വെച്ചാൽ നാസ്ഡാക്കിൻ്റെ വളർച്ച എങ്ങുമില്ല. അപ്പോൾ ഈ ഗ്രോത്ത് കാണിക്കുന്നത് ഇവർ പരസ്പരം സഹകരിച്ചുകൊണ്ടല്ലേ. ഇനി ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു, എൻ്റെ നമ്പേഴ്സൊക്കെ വലിയ വലിയ ബില്യൺസിലാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പോലും അല്ല. ഇപ്പോൾ ഓപ്പൺ എ ഒക്കെ അത്രയും സ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന, അപ്പോൾ ഇവർക്ക് ChatGPTക്ക് വരുമാനമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സെർച്ച് ചെയ്തത് ഓപ്പൺ എ ChatGPT തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻട്രോപ്പിക് എന്ന് പറയുന്ന കമ്പനീനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ChatGPT എടുത്ത് പോയിട്ട് എൻട്രോപ്പിക് ഒരു AI പ്ലാറ്റ്ഫോം ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് ChatGPT തരുമല്ലേ. ഇതിനു വേണ്ടി ഞാനൊരു മാസം 2000 രൂപ പെയ്ഡായിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഫ്രീ യൂസർ ആണെങ്കിലും ഈ ആൻസർ കൊടുക്കും. ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി ChatGPTക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് വലിയ എമൗണ്ടാണ്. ഈ എമൗണ്ടും ഈ വരുമാനവും തമ്മിലുള്ള മാച്ച് ആവുന്നില്ല. നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് 2000-2002 .com ബബിൾ എന്ന് പറയപ്പെടുന്ന വലിയ എക്കണോമിക് ക്രൈസിസിനെ കുറിച്ചിട്ട് സംസാരിക്കണം. ഞാൻ പേടിപ്പിക്കുകയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതേ .com ബബിളിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ നേരെ പോയിട്ട് ChatGPTയോട് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്താണ് .com ബബിൾ, ഇതിനെക്കുറിച്ചൊരു കേസ് സ്റ്റഡി തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും അവസാനം തന്ന കാര്യം എന്താണെന്നറിയോ? 8ാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് തന്നത് ഇന്നത്തെ AI ക്രിപ്റ്റോ EV സ്റ്റോക്കുകളുടെ ആയിട്ട് അന്നത്തെ .com ബബിളിനെ ഇപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാമെന്നാണ് ChatGPT എനിക്ക് തന്നത്. കാരണം AI ആൻഡ് ടെക് സ്റ്റാർട്ടപ്പിൻ്റെ വാല്യുവേഷനിൽ വലിയ ചോദ്യചിഹ്നമുണ്ട്. ഈ പറഞ്ഞ AI ഭാവിയിൽ ഇത്ര ഇൻകം ഉണ്ടാക്കുമോ എന്നുള്ള കേസ് വലിയ ചോദ്യചിഹ്നമാണെന്നേ. ഇവർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും വാല്യുവേഷൻ കാണിച്ചിട്ട് AI വേണം, AI വേണ്ടാന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ബിസിനസ് മോഡൽ എല്ലാ കമ്പനികൾക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ?
ഇപ്പം നമ്മൾ ഈ .com ബബിളിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 2000-2002 കാലഘട്ടങ്ങളിൽ .com ഇന്ന് വാലിൻ്റെ അറ്റത്ത് പേരിട്ട എല്ലാ കമ്പനിയുടെ വാല്യൂഷൻ അപ്പാവുന്ന അവസ്ഥയായിരുന്നു. ആളുകളെല്ലാം .com കമ്പനികളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ കമ്പനികളും വലിയ ഇപ്പം pet.com ഒക്കെയാണ് അന്ന് ഏറ്റവും വലിയ ബൂസ്റ്റ്. ഈ ഗൂഗിളും ആമസോണും ഒക്കെ ഇതിൻ്റെ അകത്ത് നല്ല കമ്പനികളായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന pet.com അങ്ങനെ പല കാര്യങ്ങളും ആ സമയത്ത് വന്ന കമ്പനികളൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. അപ്പോൾ അന്ന് സംഭവിച്ചത് എന്താണ്? 5 കൊല്ലം കൊണ്ട് നാസ്ഡാക്കിൻ്റെ വാല്യൂ 7 ഇരട്ടിയോളം വർദ്ധിക്കുകയാണ് ചെയ്തത്. 5 കൊല്ലം കൊണ്ട് നാസ്ഡാക്കിൻ്റെ വാല്യൂ 7 ഇരട്ടിയോളം. ഇൻ്റർനെറ്റ് ആദ്യമായിട്ട് വരുന്നു. ഇൻ്റർനെറ്റാണ് ഇനിയും ജീവിതം എന്ന് മനസ്സിലാക്കുന്നു. ആളുകൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സെയിം സെനാരിയോ ഒന്നുണ്ടോ? സെയിം സെനാരിയോ ആണ് എപ്പോഴും. ഇത് തന്നെയാണ് 1920 കാലഘട്ടങ്ങളിൽ ടെക്നോളജി ഭൂമിയിൽ ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് റേഡിയോ വരുന്നു, ടെലിഫോൺ വരുന്നു. ഇതേ ടെക്നോളജി ഭൂമി 1920 ഉണ്ടായിരുന്നു. അതേ ടെക്നോളജി ഭൂം എയുടെ കേസിൽ ഇന്നുണ്ട്. പക്ഷെ അന്നത്തെ ഫെസിലിറ്റി ഇല്ല. ഇന്ന് കുറച്ചും കൂടി വളരാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ. കാരണം എന്താ അപ്പോൾ ഇന്റർനെറ്റ് വളർന്നില്ല എന്നാണോ പറയുന്നത്? ഇന്റർനെറ്റ് വളർന്നില്ലേ? വളർന്നു. എത്ര വലിയ വളർച്ചയാണെങ്കിലും ബിസിനസ് മോഡൽ സ്ട്രോങ് അല്ലെങ്കിൽ തകരും. അന്നുള്ള കമ്പനികളാണ് ഈ പറഞ്ഞ ആമസോണും ഗൂഗിളും ആപ്പിളും ഒക്കെ. ഇവരൊക്കെ നിലനിന്നെങ്ങനെയാണ്? ഇവരുടെ ബിസിനസ് മോഡൽ സ്ട്രോങ് ആയതുകൊണ്ടാണ്. നമ്മളീ പറഞ്ഞ ഇപ്പം ഞാൻ ഈ പേര് പറഞ്ഞ പല കമ്പനികളുടെയും ബിസിനസ് മോഡൽ വലിയ ചോദിച്ചിരുന്നു തന്നെയാണ്. ഓക്കെ. അപ്പം ലൈക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ റിലേറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ പല കമ്പനികളിലും സ്റ്റോക്സിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ലേ? കൊഫോർജ്. ഞാൻ കമ്പനികളുടെ പേര് വിടൂ. ഞാൻ കമ്പനിയുടെ പേരേ സംസാരിക്കുന്നില്ല. ഇൻഡസ്ട്രി AI ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ആ കമ്പനികൾക്ക് കിട്ടുന്നില്ലേ? റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇത് 1-2 കൊല്ലം കിട്ടിയേക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇനിയും ഒരു 1-2 കൊല്ലം ഈ ഭൂമി നിലനിന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്താൽ വലിയൊരു വാല്യുവേഷൻ വീണ്ടും ഒരു അപ്സൈഡ് പോയേക്കാം മാർക്കറ്റ്. നാസ്ഡാക്കിലൊക്കെ നടക്കുന്ന അതാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് മുകളിൽ പോകും. പക്ഷെ ഇത് നമ്മളൊന്ന് ഒരുങ്ങിയിരിക്കണം ആ ഒരു മാർക്കറ്റ് ക്രാഷിന് വേണ്ടിയിട്ട്. അതാണ് ക്രാഷ് വന്നപ്പോൾ നാസ്ഡാക്ക് വിത്തിൻ 2 ഇയറിൽ 70% ഇടിഞ്ഞത് .com ബബിളിൽ. അപ്പോൾ നാസ്ഡാക്കിൽ ചിലപ്പോൾ 70 ഇടിയണ്ട, 30 ഇടിഞ്ഞു എന്ന് വിചാരിക്കും. ഇതൊരു ഗ്ലോബൽ എക്കണോമിക് ഫ്രീസിങ്ങിലോട്ട് കൊണ്ടുപോയില്ലേ? IT-യിലെ ആൾക്കാരുടെ ജോലി അടപടലം പോവില്ലേ? പല IT കമ്പനികളും പൂട്ടിപ്പോവില്ലേ? പല കമ്പനികളും കടത്തിലോട്ട് പോവില്ലേ? പല ആളുകളുടെയും ജോലി പോവില്ലേ? ഇത് ഇന്ത്യൻ എഫക്റ്റ് ചെയ്യില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആരൊക്കെ എഫക്ട് ചെയ്യും? IT സെക്ടർ മാത്രമല്ല, FMCG ഉൾപ്പെടെയുള്ള ബാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ സെക്ടറിനും ഇത് എഫക്ട് ചെയ്യും. അല്ല, ഞാൻ പറയുന്നത് 2002-1920 റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഹർഷത് മേത്തയുടെ കേസ്. ഹർഷത് മേത്ത ഇതേപോലെ 3 കമ്പനികളെ റൊട്ടേറ്റ് ചെയ്ത് മണി സർക്കുലേറ്റ് ചെയ്ത ആളാണ് ഹർഷത് മേത്ത. വലിയ വാല്യൂഷൻ കൂട്ടുകയാണ്. നമ്മൾ ആ സീരീസ് കാണുമ്പോൾ നമ്മളത് കാണുന്നതാണ്. അപ്പോൾ ഈ കമ്പനി മേടിക്കുന്നു, ഈ കമ്പനിയിലോട്ട് ഇടുന്നു, ഈ കമ്പനിയുടെ കാശെടുത്ത് ഈ കമ്പനിയിലിടുന്നു. ഇങ്ങനെ ഒരു റൊട്ടേഷൻ ഗെയിമൊക്കെ അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇത് നാളെ സംഭവിക്കുമെന്നോ നിഫ്റ്റി നാളെ മുതൽ വീഴുമെന്നോ ഒന്നുമല്ല. ഇത് ഓപ്പണായിട്ട് ട്വിറ്ററിലൊക്കെ പോയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ഫിനാൻഷ്യൽ വിദഗ്ധന്മാരും സംസാരിച്ച് തുടങ്ങിയ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാളത്തിൽ പോലും ഞാൻ 1-2 വീഡിയോസ് കണ്ടിരുന്നു. AI ശരിക്കും ബബിളാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് എയുടെ കേസ് മാത്രമല്ല, ക്രിപ്റ്റോ ബബിളാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ലൈക്ക് ഇങ്ങനെ ഒരു ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ AI ഇംപ്ലിമെന്റ് ചെയ്യുന്ന കമ്പനികൾ വലിയ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതനുസരിച്ചുള്ള റവന്യൂ ഉണ്ടോ എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം ഞാൻ ട്രേഡ് ടോക്സിൻ്റെ പേഴ്സണൽ ഡാറ്റ പോലും ChatGPTക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് പല ക്വസ്റ്റ്യൻസും ചോദിക്കാൻ എനിക്ക് മടിയുണ്ട്. അത് ChatGPT മോശമായതുകൊണ്ടല്ല, എൻ്റെ പേഴ്സണൽ ഡാറ്റ പ്രൈവസി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഞാൻ ക്ലൗഡ് പോലുള്ള ചില കാര്യങ്ങൾ ഞങ്ങളുടെ ലോക്കൽ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളുടേതായ AI ടൂൾ ഉണ്ടാക്കി നമ്മുടെ ലോക്കൽ PC-യിൽ ഞാൻ റൺ ചെയ്യുക. ഇത് കോർപ്പറേറ്റ് വേൾഡിലെ എല്ലാ കമ്പനികളും ChatGPTക്ക് ഡാറ്റ കൊടുക്കില്ലെന്നേ. പല കോർപ്പറേറ്റ് ഡാറ്റയും ChatGPTക്ക് കൊടുക്കാൻ പല കമ്പനികളും തയ്യാറാകില്ല. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. പല കമ്പനികളും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സും, ഞാൻ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള എൻ്റെ പല ഫ്രണ്ട്സും AI മേഖലയിൽ വലിയ പോസ്റ്റുകൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, നല്ല ജോബും ചെയ്യുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ഞാൻ 2013 പാസ് ഔട്ട്. അപ്പോൾ ആ പാസ് ഔട്ടായ പിള്ളേർ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ
ആ രീതിയിൽ വന്ന് AI ബൂമിൽ പാട്ടായി അവർ അതിൻ്റെ ഡെവലപ്മെൻറ്റിലെ ഇപ്പോൾ ഏറ്റവും ഹെഡ് പൊസിഷനിലിരിക്കുന്ന പല ആളുകളുമുണ്ട്. ഇവർ പറയുന്നത് എല്ലാ കമ്പനികളും അവരുടേതായ AI പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ പോലെ അൽഗോരിതംസ് സ്വന്തമായിട്ട് എടുത്ത് റീപ്ലേസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സെർവേഴ്സ് ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞൊരു ഗ്രോത്ത് ഓപ്പൺ AIക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവില്ല. ഈ കോർപ്പറേറ്റ് ആയിട്ട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇതനുസരിച്ച് വളരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബബിൾ എന്തെങ്കിലും ബ്ലാസ്റ്റായി വേണ്ട 3 കൊല്ലം 4 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടാണ് ബ്ലാസ്റ്റ് ആവട്ടെ, ഈ അത്രയും നാൾ റാലി വരും എന്ന് വിചാരിക്കും. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതാണല്ലോ ഉദ്ദേശിച്ചത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ എന്താ ഞാൻ പറയാം, ഇത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് വെച്ചുകൊണ്ട് ഇനി മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറിക്കുന്നല്ല. ഞാൻ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ ബുള്ളിഷ് റാലീസൊക്കെ ക്യാപ്ചർ ചെയ്യും. ചില സെക്ടേഴ്സ് വാല്യുവേഷൻ കംഫർട്ട് എനിക്ക് തരുന്നുണ്ട്, ആ സെക്ടറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ സുനിൽ കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞത്. ചിലപ്പോൾ ഈ ഒരു ക്രൈസിസ് വരുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ, അതിന് മുന്നേ ഇത് പറഞ്ഞ് ക്രൈസിസ് വരുന്നതിന് തലേ ദിവസം ഞാൻ ഇനി വീഡിയോ ഇടാം. നാളെ മുതൽ അതൊന്നും ലോകത്ത് ആരെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. എന്തെങ്കിലും ക്രാഷ് വരും എന്നല്ല ഞാൻ പറയുന്നത്. AI എന്ന് പറയുന്ന ബബിൾ പൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി AI ബബിൾ പൊട്ടുന്നില്ല, AI നന്നാവണമെങ്കിൽ ഇവരെല്ലാ കമ്പനികളും പരസ്പരം സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കാം എന്ന് കരുതൂ. AI ഇൻകം കൊണ്ടുവരണം. എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ള കേസ് ചോദിച്ചിട്ടാണ്. എനിക്കറിയത്തില്ല സീരിയസ്ലി. ഞാൻ അന്വേഷിച്ചപ്പോൾ AI ബിസിനസ് മോഡൽ പല AI കമ്പനികളുടെയും വാല്യുവേഷനൊക്കെ ഉള്ള വലിയ പ്രശ്നമുണ്ട്. കറന്റ് ഇപ്പോൾ GPT പോലെ പ്ലാറ്റ്ഫോംസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഫുൾ പൈസ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ പെയ്ഡ് ആണല്ലോ. പക്ഷെ എന്നാലും കുറേയൊക്കെ നമുക്ക് ഇപ്പോൾ അൺപെയ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സിൽവിയൊക്കെയാണ് അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കും. ഞാനൊക്കെ ഇപ്പോഴും പെയ്ഡായിട്ട് ഉപയോഗിക്കുന്നത് സീരിയസ്ലി. ഓക്കെ, അതുപോലും അവരുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 1% താഴെ, വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ്. ആ പൈസ കിട്ടി വേൾഡിലുള്ള എല്ലാവരും ഉപയോഗിച്ചാൽ പോലും ഇപ്പോൾ പോയി ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തിരിച്ചു കിട്ടില്ല. സത്യാവസ്ഥ മനസ്സിലാക്കണം. പക്ഷേ ഈ പറഞ്ഞ ഈ ആമസോൺ, ജിയോ ഹോട്ട്സ്റ്റാർ അങ്ങനെയൊക്കെ സബ്സ്ക്രിപ്ഷൻ വൈസ് അല്ലേ അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിന് അവർക്ക് എന്താ ചിലവുള്ളത്? അവർക്ക് ഇവരുടെ ആരോ എടുക്കുന്ന പടത്തിന് കൊട്ടേഷൻ കൊടുത്ത് മേടിച്ച് അവരവരുടെ പ്ലാറ്റ്ഫോമിൽ ഇട്ട് നാട്ടുകാരിൽ നിന്ന് പൈസ മേടിക്കുന്നു. ഇവിടെ അതല്ല, ഇവർക്ക് ക്ലൗഡിന് പൈസ കൊടുക്കണം, AMDയുടെ നിന്ന് ഇത്രയും കാശ് കൂടി ചിപ്പ് മേടിക്കണം, റിസർച്ച്. ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇനീഷ്യലി ലോസ് റണ്ണിങ് ബിസിനസ് പോലെയല്ല. ഇതിന്റെ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഇസ് വെരി ഹ്യൂജ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് AI ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? AI വേണം. പക്ഷെ ഞാൻ പറയുന്നത് ഈ കമ്പനികളിലെ ചില കമ്പനികൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, പക്ഷെ .com ബബിൾ നടന്നിട്ടില്ലേ? .com ബബിളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന പ്രോപ്പർ ബിസിനസ് മോഡൽ ഇല്ലാത്ത കമ്പനികൾ പോയി. ഇതിന് ഞാനും പറയുന്നത് AI നശിക്കുന്നോ, AI നാളെ ഉണ്ടാവില്ല എന്നൊന്നും അല്ല പറയുന്നത്. AI ഉപയോഗിച്ച് ഇപ്പോഴുള്ള, ഞാൻ ഇൻവെസ്റ്റർ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്, AI ഉപയോഗിച്ച് ചുമ്മാ വാല്യുവേഷൻ ഗെയിം കളിക്കുന്ന, ഉടായ്പ കളിക്കുന്ന എല്ലാ കമ്പനികളും ഒറ്റയടിക്ക് വാഷ് ഔട്ടാവും. ഈ വേൾഡിനെ പിടിച്ചു കുലുക്കും. ഒരു എക്കണോമിക് ക്രൈസിസ് വരും, കുറേ ആൾക്കാർ കടക്കണിയിലോട്ട് പോകും, കുറേ ആൾക്കാർക്കിടെ സമ്പാദ്യങ്ങളെ നഷ്ടപ്പെടും. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഡിസിഷൻ എടുത്താൽ പോലെ ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രം യൂസ് ചെയ്താൽ പോരെ? ഒരു മൾട്ടി ബാഗറായിട്ട് AI റിലേറ്റഡ് സ്റ്റോക്സ് ആഡ് ഓൺ ചെയ്യാതിരുന്നാൽ പോരെ? വെരി സിമ്പിൾ. മതി. അതേ ഞാനും പറയുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് മറ്റ് സെക്ടേഴ്സിലും ഈ കുലുക്കം അനുഭവപ്പെടും. ടെമ്പററി കുലുക്കായിരിക്കും. അതൊരു ഓപ്പർച്യൂണിറ്റി ആകും. ആ സമയത്ത് സുനിൽ ഒരുപാട് കാട് കിടന്ന് ചിന്തിച്ചിരിക്കുന്നു. ബിഗ് ഷോട്ട് സിനിമ കണ്ടോ? അതൊക്കെ ഒന്ന് പോയി കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ ഈ 2008 ക്രാഷിനെ കുറിച്ചിട്ടുള്ളൊരു മൂവിയാണ്. അതൊക്കെ കാണാം. ഞാൻ അതിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ക്ലിപ്സും കാര്യങ്ങളും. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞുള്ളൂ, ഞാൻ മാത്രമല്ല ഇത് പറയുന്നത്. ഒരു ഷോർട്ട് ടൈം ഒരു പെർസ്പെക്റ്റീവിൽ ഷോർട്ട് ടൈമിൽ ഒരു പക്ഷേ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് കൊടുക്കണം. ഞാൻ സൺഡേ ലൈവിൽ കൃത്യമായിട്ട് ഷോർട്ട് ടൈമിനെ കുറിച്ച് സംസാരിക്കും. ഞാൻ എന്താണ് ഒരുപാട് സ്റ്റോക്സ് വരെ, നമുക്ക് സെക്ടേഴ്സും സ്റ്റോക്സ്, ഞാൻ കഴിഞ്ഞ സൺഡേയിലൊക്കെ സെക്ടേഴ്സും സ്റ്റോക്സും വരെ പറഞ്ഞാൽ എൻ്റെ സൺഡേ ലൈവ് കണ്ടാൽ മതി, ആൾക്കാർക്ക് മനസ്സിലാവും. ഈ തുടക്കം മാത്രം കണ്ടിട്ട് കമന്റ് ഇടാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത്. കമൻസ് ഒക്കെ കണ്ടിട്ട് പേടിച്ച് പോയി സീരിയസ്ലി. എന്താണ് ആളുകൾ ഇത്ര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. പല ഇപ്പോൾ ഇത് എയുടെ കേസിൽ മാത്രമല്ല, ഇവിയുടെ കേസിൽ, ക്രിപ്റ്റോൻ്റെ കേസിൽ, സിൽവറിൻ്റെ കേസിലൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. പല ന്യൂസ് പേപ്പറുകളിലും ഫസ്റ്റ് പേജിൽ ഇപ്പോൾ ഫുൾ സ്റ്റോക്ക് മാർക്കറ്റാണ്. ആളുകൾ എല്ലായിടത്തും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ പറയും FIAs അല്ല, DIAസിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. ഒരു വലിയ ക്രാഷ് 2020 ശേഷം നമ്മൾ കണ്ടാണ്. കൊറോണയുടെ ക്രാഷിൻ്റെ സമയത്ത് അത്ര അടപടലം പൊട്ടലായിരുന്നു.
അതിന് റിപ്പീറ്റ് ചെയ്യില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അങ്ങനെയൊന്നും അല്ലാന്നേ. മാർക്കറ്റിൻ്റെ നിറം എന്നും കാണിക്കും. ഇതാണ് മാർക്കറ്റ് നേച്ചർ. പേടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ എല്ലാം വിറ്റിട്ട് ഒഴിവാക്കി വെറുതെ ഇരിക്കണം എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്. നല്ല സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ബാങ്കിങ് സെക്ടറിൽ ഉൾപ്പെടെയുള്ള പല സെക്ടറിൽ ഞാൻ ഇൻവെസ്റ്ററാണ്. പക്ഷേ ഞാൻ ഫുള്ളി ഇൻവെസ്റ്ററൊന്നുമല്ല. 80% ഞാൻ തിരിച്ച് 50% വരെയൊക്കെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റാലിയിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ 100%-ലൊന്നും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡിയല്ല. ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാനും ഞാൻ റെഡിയല്ല. കാരണം ഈ ഒരു ബബിൾ വീർത്ത് വരുന്നത് പൊട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഫിയർ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴ്ത്ത് പിടിക്കാൻ എൻ്റെ കയ്യിൽ കാശ് വേണം. ആ കാശുമായിട്ട് ഞാൻ ഇരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ നിന്നുള്ള റിക്കവറി പിടിക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. 18,000 ഇങ്ങനെ ഒരു ബബിൾ പൊട്ടിക്കഴിഞ്ഞാൽ 18,000 ഒന്നുമല്ലെന്നേ. ആക്ച്വലി ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സുനിലിനെ എന്താ പറയുക, നീ ഇപ്പോഴും ബേറിഷാണോ എന്ന് പറഞ്ഞ് ചീത്ത പറയാനിരുന്ന ആളാണ്. പക്ഷെ കേട്ടപ്പോൾ ചെറിയൊരു ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാനൊന്നും അത്ര ഫ്യൂച്ചറായിട്ട് ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നത് അത്ര പ്രധാനപ്പെട്ടൊരു വ്യക്തി തന്നെയാണ്. ആരാന്ന് ഞാൻ പറയുന്നില്ല. ഇത് പല വലിയ എക്കണോമിസ്റ്റുകളും സംസാരിക്കുന്ന കാര്യം കൂടിയാണ്. പലരും വലിയ ആർട്ടിക്കിൾസും ഇപ്പം ഞാൻ പറഞ്ഞു. ഇപ്പോൾ അദാനിയുടെ കേസിൽ അദാനി പരസ്പരം ലോൺ എടുത്തിട്ടാണ് കമ്പനികൾ കെട്ടിപ്പിടക്കിയെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആരും അദാനിനെ കുറിച്ച് നെഗറ്റീവ് പറയാൻ റെഡി അല്ലായിരുന്നു. പുതിയതായിട്ട് ഒന്നും പറഞ്ഞില്ലാന്നേ. അദാനിയുടെ ഒരു കമ്പനി ലോൺ എടുത്ത് മറ്റേ കമ്പനികളെ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, ആ കമ്പനി ലോൺ എടുക്കുന്നു, അടുത്ത കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയല്ലേ. അപ്പം അന്ന് നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ എല്ലാവരും പറയുമ്പോഴും എന്താ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്? ദാറ്റ്സ് റൈറ്റ്. അത് ട്രൂത്താണ്. എനിക്കാണ് അത് സുനിലിൻ്റെ കൂടെ ഞാൻ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന സമയമായിരുന്നു അത്. അപ്പം അദാനി ഭയങ്കര കോടീശ്വരനായി അദാനി സ്റ്റോക്കിൽ കയറിയപ്പോൾ സുനിലോട് പറഞ്ഞു, സുനിൽ നമുക്ക് അദാനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ സുനിൽ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് അദാനി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, സ്റ്റേബിൾ അല്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ അതിനുശേഷം ഹിൻഡൻബർഗ് പറഞ്ഞ പ്രത്യേകിച്ച് ഒരു പുതിയ കാര്യം പറഞ്ഞില്ല, ഉള്ള കാര്യം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് റിപ്പോർട്ടായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മുടെ ഒരു ഒറ്റ അദാനി സ്റ്റോക്ക് നിഫ്റ്റി എത്ര കറക്റ്റ് ചെയ്തു നിങ്ങൾക്ക് അറിയോ? അത്ര വലിയ ബാങ്കാണ് കുറച്ചുകൂടി വേണത്. ബാങ്കും നിഫ്റ്റിയും നന്നായിട്ട് വേണം. അദാനി സ്റ്റോക്കുകൾ വീണു. അദാനി സ്റ്റോക്കുകൾ 50% വീണു. പക്ഷെ അതിൻ്റെ കൂടെ നിഫ്റ്റിയും ബാങ്കും വീണു. നിഫ്റ്റിയിൽ അദാനിക്ക് എത്ര വെയിറ്റേജ് ഉണ്ട്? വളരെ കുറച്ച് വെയിറ്റേജ് ഉള്ളൂ. എന്നിട്ട് എന്തുകൊണ്ട് നിഫ്റ്റി വീണേ? ഇത് ഇൻഡസ്ട്രീനെ പിടിക്കുന്നതാണേ. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായാലും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത് എവിടെ പോയി എഫക്ട് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും സുനിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചിന്തിച്ചാൽ റിസർച്ച് ചെയ്താൽ അതനുസരിച്ച് വെയിറ്റേജ് ബാലൻസ് ചെയ്യും. പക്ഷെ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ നമ്മുടെ ടെക്നിക്കൽ അനാലിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഹിൻഡൻബർഗ് പോലത്തെ ഒരു നെഗറ്റീവ് അവിടെയാണ് പ്രശ്നം. അങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഈ റാലിയിൽ ഫുൾ കോൺഫിഡൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. മനസ്സിലായില്ലേ? അവിടെയാണ് കാര്യം. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. കമന്റ് ചെയ്യുന്നവർക്ക് കമന്റ് ചെയ്യുന്നവർ ഫുൾ കണ്ടിട്ടാണ് ഗൈസ് കമന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സുനിൽ വിഷമം. ഓക്കെ, അപ്പോൾ എന്തായാലും സുനിൽ പറഞ്ഞൊരു കാര്യത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു മ്യൂച്വൽ ഡിസ്കഷനെ കുറിച്ച് ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയാലോ? അടുത്ത സൺഡേ നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കണ്ടന്റ്. ഒരുപാട് പണിയെടുത്തു. ഞാൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് റിസർച്ചും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ചെയ്തത് ഈ പറഞ്ഞ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.